തീവ്ര ഹിന്ദുത്വ മോഹൻദാസ് അറസ്റ്റിൽ. TGA പോലീസ് വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പൊതുസമൂഹവും മാധ്യമങ്ങളും ഒരാഴ്ചയിലേറെ നിരന്തരം പോലീസിന്റെ മെല്ലപ്പോക്ക് നയത്തെ വിമർശിച്ചതിന് ശേഷം കൂടിയാണ് അറസ്റ്റ് എന്ന വസ്തുത മറക്കരുത്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത ആഭാസമാണ് TG മോഹൻദാസ് പറഞ്ഞത്. TG മോഹൻദാസിനെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ മോഹൻദാസ് ജീന്നോ മോഹൻദാസ് ചേട്ടാന്നോ വിളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എനിക്ക് ഒരു തരത്തിലും സന്തോഷം നൽകുന്നില്ല. പക്ഷേ നീതി ഉണ്ടാകണം, ജസ്റ്റിസ് ഉണ്ടാകണം. പ്രക്ഷോഭത്തിനെത്തിയ പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്നും പ്രക്ഷോഭത്തിനെത്തിയവരെ താനാണ് അധികാരിയെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന ജനറൽ ഡയർ ബ്രിട്ടീഷുകാരൻ്റെ സ്വരത്തിൽ TG മോഹൻദാസ് പറഞ്ഞത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളെ കൂട്ടക്കൊല ചെയ്യുമെന്ന് പറഞ്ഞ അവിടുത്തെ പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെട്ടെന്നാണെന്ന് പറഞ്ഞ TG മോഹൻദാസ് ഒരു കാരണവശാലും ലീനിയൻസി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. TGയുടെ അറസ്റ്റ് പോലീസ് ഇത്രയും ദിവസം താമസിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ അർജുൻ ആയങ്കിരി അടക്കമുള്ളവരെ ബാലൻസ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടായിരിക്കണം ഈ അറസ്റ്റ് വന്നിരിക്കുന്നത്. ഞാൻ അത് മറ്റൊരു വിഷയം, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പം TGയുടെ അറസ്റ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് തന്നെ എടുക്കാം. ഏഷ്യാനെറ്റിൽ വരുന്നത് നമുക്കൊന്ന് കേൾക്കുകയും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരായ ദില്ലിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ, അസംബന്ധ പരാമർശത്തിൽ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് മോഹൻദാസിനെ എത്തിക്കുകയാണ്. നാളെ മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ K അരുൺകുമാർ ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ. മോഹൻദാസിനെ തിരുവനന്തപുരത്തെ സൈബർ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നു. പക്ഷെ അവിടുത്തെ നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാക്കാനായിട്ടുണ്ട്. കാരണം മോഹൻദാസ് ഈ വിവാദമായിട്ടുള്ള ഈ കേസിന് ആധാരമായിട്ടുള്ള വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ള മൊബൈൽ ഫോണും അതുപോലെ തന്നെ അത് അപ്ലോഡ് ചെയ്ത ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടുന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസിന് ആസ്പദമായിട്ടുള്ള പല രേഖകളും അവിടുന്ന് ചില സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മാത്രം എഴുതി രേഖപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഏതായാലും നോട്ടീസ് നൽകി നാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണമോ അല്ലെങ്കിൽ കസ്റ്റഡി എടുത്ത് തിരുവനന്തപുരത്തേക്ക് എത്തിക്കണമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും കസ്റ്റഡി എടുത്ത് തന്നെ പോലീസ് മോഹൻദാസിനെ കൊണ്ടുവരാനായി തീരുമാനിച്ചിരിക്കുന്നു. ഈ അവിടെയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ കസ്റ്റഡി എടുക്കും. അവിടെയുള്ള ഒരു ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് രാത്രിയോടുകൂടി തന്നെ തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. നാളെ കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിലുള്ള തീരുമാനം. ഏറ്റവും പ്രധാനമായും കേസെടുക്കാനുണ്ടായ കാലതാമസമാണ് ആദ്യം ഈ സംഭവം. അത് വിമർശിക്കപ്പെടേണ്ടതാണ്. എനിക്ക് കോൺഗ്രസിനെ ഇഷ്ടമാണ്, ആഭ്യന്തരമന്ത്രിയുടെ ഫാനാണ് ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ പോലീസ് വിമർശിക്കപ്പെടേണ്ടതാണ്. അതിനേക്കാൾ വലിയ വിവാദമായി മാറിയത് കേസെടുത്തതിന് ശേഷമുള്ള തുടർ നടപടികൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു സാവകാശം അതാണല്ലോ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. പോലീസിന്റെ ഭാഷ്യം അല്ലെങ്കിൽ പോലീസിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സൈബർ കേസ് എടുക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ആദ്യമുണ്ടായ കാര്യം തന്നെ ഈ വീഡിയോ പരിശോധിക്കുകയും മാത്രമല്ല ഈ പരാതികൾ ഒരു പരാതിയില്ല നിരവധിയായിട്ടുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ആ പരാതി പ്രകാരം ആ വീഡിയോ പരിശോധിക്കുകയും അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വേഗം തന്നെ FIR രജിസ്റ്റർ ചെയ്തു. പിന്നീട് പോലീസ് അതൊക്കെ സൗകര്യത്തിന് വേണ്ടി പറയുന്നതാണ്, അല്ലാതെ ഇതൊന്നും നിങ്ങൾ സത്യമാണെന്ന് വിചാരിക്കരുത്. പോലീസ് അതൊക്കെ സൗകര്യത്തിന് വേണ്ടി പറയുന്നതും ഏതെങ്കിലും രീതിയിൽ ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതുമാണ് എന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയും പ്രത്യേകതയും അതിനകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒരു കാരണവശാലും അതുകൊണ്ട് നീതി നടപ്പാകണം എന്നുള്ള വസ്തുതയാണ് ഇവിടെയുള്ളത്. ജസ്റ്റിസ് ഉണ്ടാകണം. ആരും അത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഇടതുപക്ഷക്കാർക്കെതിരെയോ വലതുപക്ഷക്കാർക്കെതിരെയോ മധ്യത്തിൽ നിൽക്കുന്നവർക്കെതിരെയോ പറയരുത്. തികച്ചും വിദ്വേഷ പരാമർശങ്ങൾ, ഹേറ്റ് സ്പീച്ച് ആയിരുന്നു. അവിടെ കൂടെ വരുന്ന പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്നും എന്താ പറയുക കൂട്ടബലാത്സംഗം നടന്നാൽ അവർക്ക് പ്രശ്നമില്ല എന്നും ഒക്കെ പറയുന്നത് അത്യന്തം ആഭാസകരമാണ്, ഹെയ്റ്റ് സ്പീച്ചാണ്. അതേപോലെ അവിടെ കൂടിയിരുന്ന വിദ്യാർത്ഥികളെ താനായിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു, ശവങ്ങൾ പിറക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞത് ക്ലാസിക് വിദ്വേഷ പ്രസംഗമാണ്. എന്തായാലും കോടതിയിൽ അതിൻ്റെ തുടർ നടപടി നടക്കട്ടെ. ഇതുകൊണ്ട് ജീവിതകാലം മുഴുവൻ TG ജയിലിൽ കഴിയണമെന്നല്ല, കഴിയേ വേണ്ട, അങ്ങനെയല്ല. അതൊരു ലാർജർ സമൂഹത്തിന് മെസ്സേജ് ഉണ്ടാകണം. ആ മെസ്സേജാണ് അതിലേറ്റവും പ്രധാനം. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ, മോഹൻദാസ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേരാണ്. മോഹൻദാസ് രാഷ്ട്രപിതാവിൻ്റെ പേരും ഗോഡ്സെയുടെ മനസ്സും ഉള്ള ആൾക്കാർ അങ്ങനെ നമുക്ക് ഈ രാജ്യത്ത് ഒരു കാരണവശാലും ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ തീവ്ര ഗോഡ്സേവാദമാണിത്, തീവ്ര ഹിന്ദുത്വവാദമാണിത്. അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം. തീവ്ര ഹിന്ദുത്വവും തീവ്ര ഇസ്ലാമിസവും തീവ്ര ക്രിസംഗിത്തരവും ഒരേപോലെ ഈ രാജ്യത്തെ ബാധിച്ച ക്യാൻസറാണ്. ആ ക്യാൻസറിനെതിരെ പ്രതിരോധമുണ്ടാകണം. ആ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് ഈ അറസ്റ്റ് എന്നാണ് ഞാൻ കാണുന്നത്.